எதுக்கு இப்படி இங்கே நடந்து வர லாரி பிடிச்சி பத்தேஜம் வந்துட்டேன் தாமரை சிரிச்சு அதுக்கப்புறம் நடந்து போக 10 செகண்ட் இந்த சாப்பிட்டாச்சா இல்லை சாப்பிடல അനുദിനം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകൾ കേട്ട് തഴമ്പിച്ച മലയാളികളുടെ കാതുകളിലേക്ക് അവിശ്വസനീയമായ നന്മയുടെ ഒരു വാർത്തയാണ് ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പട്ടിണിയിലും തൊഴിലില്ലായ്മയിലും തൻ്റെ സത്യസന്ധത മുറുകെ പിടിച്ച ഒരു യുവാവിൻ്റെ നന്മയുടെ വാർത്ത. കോഴിക്കോട് ജോലി തേടിയെത്തിയ ട്രിച്ചി സ്വദേശി കുമാറാണ് ഈ വാർത്തയിലെ താരം. തിരിച്ചു പോകാൻ വണ്ടിക്കൂലിക്ക് പോലും ഗത്യന്തരമില്ലാതെ വിശന്നു വലഞ്ഞ് ഒരു ജോലി തേടി അലയുന്നതിനിടെ വഴിയിൽ കിടന്ന് കുമാറിന് ഒരു പേഴ്സ് ലഭിക്കുകയാണ്. അതെടുത്ത് തുറന്നു നോക്കിയപ്പോൾ സ്വർണ്ണാഭരണങ്ങളടക്കം വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ അതിലുണ്ടായിരുന്നു. തെല്ലൊരു നിമിഷം പോലും മനസ്സുമാറി ചിന്തിക്കാതെ ആ കളഞ്ഞു കിട്ടിയ പേഴ്സ് ഉടമയ്ക്ക് തന്നെ തിരിച്ചു നൽകണമെന്ന സത്ചിന്തയുമായി തൻ്റെ പട്ടിണിയിലും സത്യസന്ധതയെ മുറുകെ പിടിച്ചുകൊണ്ട് നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ കുമാർ മാതൃകയാവുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. லாரி பிடிச்சி பத்தேஜம் வந்துட்டேன் தாமரை சிரிச்சு அதுக்கப்புறம் நடந்து போக 10 செகண்ட் இந்த சாப்பிட்டாச்சா இல்லை சாப்பிடல சரி. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ജോലി കേരളത്തിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കുമാർ കോഴിക്കോട് താമരശ്ശേരിയിൽ എത്തുന്നത്. അത്രത്തോളം അലഞ്ഞിട്ടും ജോലി കിട്ടാതെ കയ്യിലുണ്ടായിരുന്ന പണവും തീർന്ന് വിശന്നു വലഞ്ഞ് കോഴിക്കോടൻ തെരുവീതികളിലൂടെ എങ്ങോട്ടെന്നില്ലാതെ നടക്കുന്നതിനിടയിലാണ് കുമാറിന് ഒരു വാച്ചുകടയ്ക്ക് സമീപം നിന്ന് ആ പേഴ്സ് കളഞ്ഞു കിട്ടുന്നത്. സത്യസന്ധത മുറുകെ പിടിച്ച നിഷ്കളങ്കനായ കുമാർ ആ പേഴ്സ് കിട്ടിയത് തൊട്ടടുത്തുള്ള വാച്ച് കടയിൽ തന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം തൊട്ടടുത്ത് നമ്മൾ റോളക്സ് ജ്വല്ലറിയിൽ നിന്ന് അതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ അവരെ നെയിമും ഫോൺ നമ്പറും ഉണ്ട്. ഞാനത് നോക്കി അവരെ ഒന്ന് വിളിച്ചു. ആ പയ്യൻ എന്നാൽ ശരി ചേട്ടാ ഞാൻ പോവാന്ന് പറഞ്ഞ് ഇറങ്ങുമായിരുന്നു. അത് ആള് വന്നിട്ട് നേരിട്ട് കൈയോടെ കൊടുത്തതിന് ശേഷം പോയിക്കോ എന്ന് പറഞ്ഞു നിർത്തിച്ചു. താൻ ആഗ്രഹിച്ചതുപോലെ ആ പേഴ്സ് ഉടമയ്ക്ക് തന്നെ കിട്ടാൻ പോകുന്നു എന്നറിഞ്ഞ് അവിടെ നിന്ന് ഒരു നിറപുഞ്ചിരിയോടെ ഒരു നന്ദി വാക്കിന് പോലും കാത്തു നിൽക്കാതെ പോകാനൊരുങ്ങുകയായിരുന്ന കുമാറിനെ ആ കടക്കാരൻ വിട്ടില്ല. ഈ പേഴ്സ് നേരിട്ട് കൈയോടെ ഉടമയ്ക്ക് തന്നെ കൊടുത്തതിന് ശേഷം പോകാമെന്ന് പറഞ്ഞ് ആ വാച്ച് കടക്കാരൻ കുമാറിനെ പിടിച്ചു നിർത്തി. ആ പേഴ്സിന്റെ ഉടമ ആ കുടുംബത്തോടെയാണ് അവിടെ എത്തിയത്. ആ കുട്ടി ഇങ്ങനെ ജോലി അന്വേഷിച്ച് പോവുകയായിരുന്നു. വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാണ്ട് താമരശ്ശേരിയിലേക്ക് നടക്കുകയായിരുന്നു. ഏതോ ലോറിക്ക് കയറി വന്ന് നടക്കുന്ന സമയത്താണ് ഇത് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലും അത്രയും സ്വർണം കിട്ടിയിട്ട് തിരികെ തരാനും ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവരും അറിയണം.